ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗാദിബോർഡ് LDC വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇതേപോലുള്ള എക്സാമ്പിളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില ജനറൽ നോളജ് ചോദ്യങ്ങളാണ്. ജനറൽ നോളജിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് PSC ബുള്ളറ്റിന് വന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് നോക്കാം. വലുപ്പത്തിൽ സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം 6. ആറാണ് വലുപ്പത്തിൽ സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം. സൗരയൂഥത്തിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം 6. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പെയ്യുന്ന മഴയാണ് തുലാവർഷം. തുലാവർഷം എന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പെയ്യുന്ന മഴയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പെയ്യുന്ന മഴയാണ് തുലാവർഷം. ഓട്ടോമൻ ടർക്കുകൾ ഏതു വർഷമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയത്? 1453. 1453 ഓട്ടോമൻ ടർക്കുകൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഓട്ടോമൻ ടർക്കുകൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. വിയറ്റ്നാം യുദ്ധം അവസാനിച്ച വർഷം 1975. 1975 വിയറ്റ്നാം യുദ്ധം അവസാനിച്ചത്. 1975. വിജയനഗര സാമ്രാജ്യത്തിലെ 4 വംശങ്ങളുടെ ശരിയായ ക്രമം. വിജയനഗര സാമ്രാജ്യത്തിലെ 4 വംശങ്ങളുടെ ശരിയായ ക്രമം: സംഗമ, സലുവ, തുളുവ, അരാവിഡു. സംഗമ, സലുവ, തുളുവ, അരാവിഡു. ഇതാണ് വിജയനഗര സാമ്രാജ്യത്തിലെ 4 വംശങ്ങളുടെ ശരിയായ ക്രമം. വിജയനഗര സാമ്രാജ്യത്തിലെ 4 വംശങ്ങളുടെ ശരിയായ ക്രമമാണ് സംഗമ, സലുവ, തുളുവ, അരാവിഡു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏതു രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. USA സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA സ്ഥാപിച്ചിരിക്കുന്നത്. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 20 ദിന പരിപാടികൾ: ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി. 20 ദിന പരിപാടികൾ ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു അല്ല, ഇന്ദിരാഗാന്ധി. സമചതുരാകൃതിയിലുള്ള ദേശീയ പതാകകളുടെ രാജ്യം? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡാണ് സമചതുരാകൃതിയിലുള്ള ദേശീയ പതാകകളുടെ രാജ്യം. സമചതുരാകൃതിയിലുള്ള ദേശീയ പതാകകളുടെ രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്? കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചതാരെ? ആനന്ദ്. ആനന്ദാണ് ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത്. ഗോവർദ്ധന്റെ യാത്രകൾ എന്ന കൃതി ആനന്ദിൻ്റെതാണ്. സൗദി അറേബ്യയുടെ തലസ്ഥാനം? റിയാദ്. റിയാദാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനം. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദാണ്. സെൻ ബുദ്ധമത വിഭാഗം ഏതു രാജ്യത്താണ് ഉത്ഭവിച്ചത്? ചൈന. ചൈനയിലാണ് സെൻ ബുദ്ധമത വിഭാഗം ഉത്ഭവിച്ചത്. സെൻ ബുദ്ധമത വിഭാഗം ചൈനയിലാണ് ഉത്ഭവിച്ചത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം? 1903. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 സ്ഥാപിതമായത്. ബർമുഡ ത്രികോണം ഏത് സമുദ്രത്തിലാണ്? ഉത്തര അറ്റ്ലാന്റിക്. ഉത്തര അറ്റ്ലാന്റിക്കിലാണ് ബർമുഡ ത്രികോണം ഉള്ളത്. ബർമുഡ ത്രികോണം ഉള്ളത് ഉത്തര അറ്റ്ലാന്റിക്കിലാണ്. ബർമുഡ ട്രയാങ്കിൾ. മിക്കി മൗസ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്? വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നിയാണ് മിക്കി മൗസ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്. വാൾട്ട് ഡിസ്നിയാണ് മിക്കി മൗസ് എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഭൂഖണ്ഡ ദ്വീപ് എന്നറിയപ്പെടുന്നത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഭൂഖണ്ഡ ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയ ഭൂഖണ്ഡ ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യ പ്രതിദാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം? മഞ്ഞ. മഞ്ഞയാണ് ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യ പ്രതിദാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം. ഒളിമ്പിക് വളയത്തിൽ ഏഷ്യ പ്രതിദാനം ചെയ്യുന്നത് മഞ്ഞ നിറമാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി ഈ ഗാനം രചിച്ചതാരെ? പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. പന്തളം KP രാമൻപിള്ള.
ഭരണഘടനയുടെ 40-ാം അനുച്ഛേദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്ലേജ് പഞ്ചായത്ത്. ഭരണഘടനയുടെ 40-ാം അനുച്ഛേദം വില്ലേജ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 40-ാം അനുച്ഛേദം വില്ലേജ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കക്കർപ്പാറ പദ്ധതി ഏത് നദിയിലാണ്? താപ്തി. താപ്തി നദിയിലാണ് കക്കർപ്പാറ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കക്കർപ്പാറ പദ്ധതി താപ്തി നദിയിലാണ്. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കോട്ടയം. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കുമരകം കോട്ടയത്താണ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി? മുജീബുർ റഹ്മാൻ. മുജീബുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി. ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി മുജീബുർ റഹ്മാനാണ്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്? ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്ററാണ് പേവെട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ്? വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ വുഡ്രോ വിൽസൺ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണ്. 1921 നവംബർ 10 കേരള ചരിത്രത്തിൽ ഓർമ്മപ്പെടാൻ കാരണം? വാഗൺ ട്രാജഡി. 1921 നവംബർ 10 കേരള ചരിത്രത്തിൽ ഓർമ്മപ്പെടാൻ കാരണം വാഗൺ ട്രാജഡി എന്ന ദുരന്തം ഉണ്ടായതുകൊണ്ടാണ്. വാഗൺ ട്രാജഡി ഉണ്ടായത് 1921 നവംബർ 10-നാണ്. 1921 നവംബർ 10-ന്. എക്സിമ. എക്സിമ എന്നത് ത്വക്കിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എക്സിമ എന്നത് ത്വക്കിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എക്സിമ ത്വക്കിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം 1978-ആണ്. 1978-ലാണ് കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായത്. കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായത് 1978-ലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? അലി സഹോദരന്മാർ. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അലി സഹോദരന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഗാട്ട്. ഗാട്ട് എന്ന പേരിലായിരുന്നു ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഗാട്ട് എന്ന പേരിലായിരുന്നു ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടത്. കേരളത്തിൽ ആദ്യമായി CNG ബസ് സർവീസ് ആരംഭിച്ച നഗരം? തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ആദ്യമായി CNG ബസ് സർവീസ് ആരംഭിച്ചത്. CNG ബസ് സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെതാണ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം. എനിക്കൊരു സ്വപ്നമുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്. തച്ചോളി ഉദയനന്റെ ജന്മസ്ഥലം? വടകര. വടകരയാണ് തച്ചോളി ഉദയനന്റെ ജന്മസ്ഥലം. തച്ചോളി ഉദയനന്റെ ജന്മസ്ഥലം വടകരയാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്? കണ്ണൂർ. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരിനാണ്. കേരളത്തിൽ കണ്ണൂരിനാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി? സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രിവരിൽ ആദ്യമായി 5 വർഷം തികച്ചു ഭരിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്? സി കൃഷ്ണൻ നായർ. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡയബറ്റ് രോഗികളുടെ മൂത്രത്തിൽ എന്താണ് ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണപ്പെടുന്നത്? പഞ്ചസാര. ഡയബറ്റ് രോഗികളുടെ മൂത്രത്തിൽ പഞ്ചസാരയുടെ തോതാണ് ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണപ്പെടുന്നത്. പഞ്ചസാരയാണ് കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം? പയ്യന്നൂർ. കേരളത്തിൽ പയ്യന്നൂരാണ് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. കേരളത്തിൽ പയ്യന്നൂരാണ്. പഷ്തൂണുകൾ ഏതു രാജ്യത്തെ ജനവിഭാഗമാണ്? പഷ്തൂണുകൾ. പഷ്തൂണുകൾ അഫ്ഗാനിസ്ഥാനിലെ ജനവിഭാഗമാണ്. അഫ്ഗാനിസ്ഥാൻ. പഷ്തൂണുകൾ എന്നത് അഫ്ഗാനിസ്ഥാനിലെ ജനവിഭാഗമാണ്.
കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായ വർഷം 1991. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായ വർഷം. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി മാറി. 1991 ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ, ഉത്തരായന രേഖ. കാക്കനാടൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. ജോർജ് വർഗീസ് എന്നാണ് കാക്കനാടൻ്റെ യഥാർത്ഥ പേര്. കാക്കനാടൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് എന്നാണ്. ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. 35 വയസ്സാണ് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം, 35 വയസ്സ്. യഹൂദമതം സ്ഥാപിച്ചത് മോസസ്. മോസസാണ് യഹൂദമതം സ്ഥാപിച്ചത്. മോസസാണ് യഹൂദമതം സ്ഥാപിച്ചത്. പശ്ചിമ ജർമ്മനിയുടെ തലസ്ഥാനമായിരുന്ന നഗരം ബോൺ. ബോൺ ആണ് പശ്ചിമ ജർമ്മനിയുടെ തലസ്ഥാനമായിരുന്ന നഗരം. ബോൺ ആണ് പശ്ചിമ ജർമ്മനിയുടെ തലസ്ഥാനമായിരുന്ന നഗരം. വീണ്ടും ഉപയോഗിക്കാവുന്ന പ്രകൃതി വിഭവത്തിന് ഉദാഹരണമേത്? വനം. വനം എന്നത് വീണ്ടും ഉപയോഗിക്കാനാവുന്ന പ്രകൃതി വിഭവത്തിന് ഒരു ഉദാഹരണമാണ് വനം. കൽക്കരിയുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഇനം ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് എന്നത് കൽക്കരിയുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഇനമാണ്. കൽക്കരിയുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഇനമാണ് ആന്ത്രസൈറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.